ചേരമാൻ പള്ളിയുടെ പിറകിൽ വലിയൊരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്നത് ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കലൊരു സ്വപ്നം കണ്ടു, അസാധാരണമായൊരു സ്വപ്നം, ചന്ദ്രൻ രണ്ടായിട്ട് പിളരുന്നതായിട്ട്. അദ്ദേഹം അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിയില്ല. അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് യാത്ര തിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, താജുദ്ദീൻ എന്നുള്ള പേരും സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന വഴി ഓൺ ദ വേ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമായിരിക്കുകയാണ് എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം 1-2 കത്തുകളൊക്കെ എഴുതി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് വഴി നാട്ടിലേക്ക് കൊടുത്തയച്ചു. ആ കത്തുകൾ അദ്ദേഹം നാട്ടിലേക്ക് ഇവിടെ കേരളത്തിലേക്ക് എത്തിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മാലിക് ബിൻ ദിനാറായിരുന്നു. അങ്ങനെ ആ കത്തുകളിൽ എഴുതിയിരുന്ന കണ്ടന്റ് അനുസരിച്ചിട്ട് ഇവിടെയുള്ള നാട്ടുകാർ ഇവരെ സ്വീകരിക്കുകയും ഇവരെ സ്നേഹിക്കുകയും അതേപോലെ ഇവിടെ കുറേ മുസ്ലിം പള്ളികൾ പണിയാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് പണിത ഒരു മുസ്ലിം പള്ളിയാണ് ഈ ചേരമാൻ ജുമാ മസ്ജിദ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ കാലാവധി ഒരു 2 വർഷമാണ്. പിന്നെ അതിലുള്ള മെമ്പേഴ്സാണെങ്കിൽ പ്രായപൂർത്തിയായവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഈ മഹല്ല് കമ്മിറ്റി കീഴിലായിട്ട് ഏകദേശം 1650 കുടുംബങ്ങളുണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഇവർ ചെയ്യുന്നത്, ഇവർ പള്ളിയുടെ അധികാര പരിധിയിൽ വരുന്ന എല്ലാ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഇവർ ചില പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ മക്കളുടെ കല്യാണാവശ്യങ്ങൾക്കുള്ള കാശ് കൊടുക്കുക, പിന്നെ വീട് പണിയാനുള്ള കാശ് കൊടുക്കുക, പിന്നെ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ട കാശ് കൊടുക്കുക, അങ്ങനെ കുറേ സഹായങ്ങളൊക്കെ ഈ മഹല്ല് കമ്മിറ്റി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം മിസ്റ്റർ ഫൈസൽ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. സംസാരിക്കാം നമുക്ക്. ഇവിടുത്തെ ഈ നിങ്ങൾ മതസൗഹാർദ്ദം ഒരുപാട് എൻകറേജ് ചെയ്യുന്ന പള്ളിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ അതിന് വേണ്ടി ചെയ്യുന്നത് ഇവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് എന്ന നിലയിലും ഒരു പുതിയൊരു മതത്തിന് ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന നോൺ മുസ്ലിംസ് നൽകിയ ഒരു സംഭാവന ആണ് ഈ പള്ളി എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വൈദേശിക മതമാണ് കടന്നു വരുന്നത്. ലോകത്തിൻ്റെ മുഴുവനും ആശയമാണ് എന്ന് മുസ്ലിം മതം പഠിപ്പിക്കുന്നതിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ മതമാണ്. ആ മതത്തിൻ്റെ വരവിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഒരുക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിനോടുള്ള ഒരു നന്ദി പ്രദർശിപ്പിക്കപ്പെടേണ്ടതും ഈ രാജ്യത്തിൻ്റെ സെക്കുലർ കണ്ടീഷൻ കാത്തു സൂക്ഷിക്കേണ്ടത് ആത്യന്തികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ചേരമാൻ ജുമാ മസ്ജിദിനുണ്ട്, മഹല്ലിൻ്റെ കമ്മിറ്റിക്കുണ്ട്, അതോടൊപ്പം തന്നെ ഈ മഹല്ലിലെ ജനങ്ങൾക്കുണ്ട്. ആ ഒരു കണ്ടീഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി കഴിയുന്ന എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചേരമാൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയും
നാട്ടുകാരും ചെയ്യുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയർമാൻ ജുമാ മസ്ജിദിലേക്ക് വരുന്ന സന്ദർശനത്തിന് വരുന്ന ജനങ്ങളിലെ 80% നോൺ മുസ്ലിംസ് ആണ്. വളരെ സന്തോഷകരമായ സംഭവമാണ്. ഇവിടെ വരുന്ന സംഭാവനകളുടെയും വലിയൊരു പാർട്ട് നോൺ മുസ്ലിംസിൻ്റെതാണ്. അപ്പോൾ വരുന്നവരുടെ പള്ളി, സാധാരണ മുസ്ലിം പള്ളികളിൽ നോൺ മുസ്ലിംസ് കയറാറില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഞങ്ങൾ വളരെയധികം വാമായിട്ടുള്ള വെൽക്കമാണ് നോൺ മുസ്ലിംസിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ വരുന്നു, അവരുടെ അഭീഷ്ട കാര്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളോട് ചെയ്തു കൊടുക്കുന്നു. കേരള വ്യാസൻ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ അഭിപ്രായത്തിൽ ഇത് പണ്ട് ഇവിടെ ഒരു ബുദ്ധവിഹാരമായിരുന്നു. പിന്നീട് അത് മുസ്ലിം പള്ളി പണിയാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു. ഇത് പണിതത് AD 629 അതിപ്പോൾ ഏകദേശം 1400 വർഷമായിട്ടുണ്ട്. പിന്നെ അത് 11ാം നൂറ്റാണ്ടിലാണ് പിന്നെ അത് റിനോവേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ റിനോവേറ്റ് ചെയ്തത് 300 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ വിശ്വാസികൾ കൂടിയതിന് ശേഷം ഇവർ 1974 റിനോവേറ്റ് ചെയ്തു, 1994 റിനോവേറ്റ് ചെയ്തു, പിന്നെ ഫൈനലായിട്ട് 2001 റിനോവേറ്റ് ചെയ്തു. പക്ഷെ റിനോവേറ്റ് ചെയ്തപ്പോഴും അവർ ചില എക്സ്റ്റൻഷൻസ് നടത്തിയിട്ടേ ഉള്ളൂ, കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ളൂ. പള്ളിയുടെ പവിത്രമായിട്ടുള്ള ഭാഗം അങ്ങനെ തന്നെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ എഴുത്തിനിരുത്തിനെ കുറിച്ചിട്ട് ഈ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു അതിൻ്റെ ഒരു? കുട്ടികളെ എഴുത്തിനിരുത്തുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2001 മുതൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പള്ളിയിൽ ആദ്യാക്ഷരം കുറിക്കുന്നൊരു സംഭവം ചെയ്തു കൊടുക്കാറുണ്ട്. സാധാരണ ഒത്തിരി പേര് വരാറുണ്ട്. സാധാരണഗതിയിൽ ഒരു മുസ്ലിം പള്ളിയിൽ ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ള ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ള പോലും സാധാരണക്കാർ കൺസൾട്ടുകൾ യെസ് അത് തന്നെ. പക്ഷേ ചെയർമാൻ ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഒരാൾ പോലും ഈ പള്ളിയോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഈ പള്ളിയിലിരുന്ന് ആദ്യാക്ഷരം കുറിക്കണമെന്നൊരു ആഗ്രഹമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സമയമോ ദിവസമോ മറ്റെന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കി വരുന്ന ആളുകളുടെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനുള്ള താല്പര്യം ഞങ്ങൾ എടുക്കാറുണ്ട്. അത് ഇവിടുത്തെ ഈ സെക്യുലർ കണ്ടീഷന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കപ്പെടുന്നു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹ്